ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മെർലിൻ വീട്ടിൽ വരുന്ന സമയത്ത് കാണുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കേശു. ഓക്കെ അളിയ പോവാന്നും പറഞ്ഞ് സിദ്ധുവിനെയും തോളിൽ കൈയിട്ട് പോകുന്നതാണ്. അത് കണ്ട് കുശും പഠിച്ച് മെർലിൻ വന്ന് ലച്ചുവിനോട് ചോദിക്കുന്നു, രണ്ടളിയന്മാരും ഭയങ്കര സ്നേഹത്തിലല്ലേ? അതിനിടയ്ക്ക് സിദ്ധു നമ്മുടെ കേശു അളിയൻ്റെ കവളത്ത് ഉമ്മ കൊടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. പിന്നെ രണ്ടും കൂടി ഭയങ്കര സ്നേഹത്തിലാണ്. ചില നേരത്ത് രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് നടക്കുന്നത് കാണുമ്പം ശരിക്കും കൊതിയാകും. ഒരു ദിവസം രണ്ടും കൂടി തമ്മി തല്ലി പിരിയും, ഉറപ്പാ നോക്കിക്കോ എന്ന് ലച്ചു പറഞ്ഞതും പിന്നെ കാണുന്നത് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് പോയ അളിയന്മാർ രണ്ട് വഴിക്ക് വരുന്നതാ. സിദ്ധു അളിയൻ ബൈക്കിൽ കയറി തന്നെ വരുന്നു, കേശു അളിയനാണെങ്കിൽ കലിപ്പോടെ നടന്നു വരുന്നു. അളിയൻ കുളിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കറക്റ്റ് ടൈമെന്ന് പാറക്കുട്ടി പറയുമ്പോഴത്തേക്കും കുറച്ച് മൂത്തുപോയി. അതാ അയാളുടെ പ്രശ്നം. എടാ കൊച്ചേർക്ക, നീ ചുമ്മാ മൂപ്പിക്കലേടെ ഇറക്കാ, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നീ മെർലിനേക്കായും വളരെ പ്രായം കുറഞ്ഞവനാന്ന്. അത് കേട്ടതും ലച്ചുവും മെർലിനും പാറക്കുട്ടിയൊക്കെ നിന്ന് ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും കേശുവിന് കലി സഹിക്കാൻ പറ്റുന്നില്ല. ചാടി സിദ്ധുവിൻ്റെ നേർക്ക് വരുന്നുണ്ട്. അടിമക്കണ്ണേ അടിമക്കണ്ണേ. അടിമക്കണ്ണോ? ആ അടിമക്കണ്ണ് തന്നെ, അറബികളുടെ അടിമക്കണ്ണല്ലേ. കേശു അങ്ങനെ പറഞ്ഞതും സിദ്ധു അളിയൻ ആ ഇൻസൾട്ട് സഹിക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും കൂടി തമ്മിത്തല്ലാകുന്നു. അപ്പോൾ പാറക്കുട്ടി പറയുന്നു, തല്ലി പിരിയണമെന്ന് ചേച്ചി പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പം അമ്മായി ആണെങ്കിൽ ലച്ചുവിനെ നോക്കുന്നതും അമ്മായിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സിദ്ധു തിരികെ വന്നപ്പോഴാണ് പാറമട വീട് വീണ്ടും ഒന്ന് ഓണായത്. എന്തൊക്കെ പറഞ്ഞാലും അളിയന്മാർ തമ്മിലുള്ള കോംബോ ഒരു രക്ഷയില്ല. കാത്തിരിക്കുക എപ്പിസോഡിനായിട്ട്.